ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണ്ടില്ല മോളെ, ആ കാലം കാണിച്ചു വെച്ചിട്ട് പോയത്. ആ കാലിന് മുകളിൽ നമ്മളെ യഥാർത്ഥ കാലിനെ ഇറക്കും അമ്മേ. അന്ന് അയാള് തീരും. അതുവരെ അയാള് നിന്ന് കളിക്കട്ടെ, നന്നായി കളിക്കട്ടെ. അതിന് യൂണിഫോമിലെ നക്ഷത്ര ചിഹ്നമൊന്നും നോക്കേണ്ട കാര്യമില്ല. പറയുന്ന ഒരാൾക്ക് അല്പം കോമൺ സെൻസ് ഉണ്ടായാൽ മാത്രം മതി. ഇത് ഇന്ത്യയിലെ ഏതൊരു പൗരനും അവകാശപ്പെട്ട നിയമോ, സെക്ഷൻ 103. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിന്? പറയാനില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പ്രഹസനം ഒഴിവാക്കി ഇവിടുന്ന് ഒഴിഞ്ഞു തരണം. അതാ നിങ്ങൾക്ക് നല്ലത്. മേഡം, ഈ സ്പിരിറ്റ് കേസ് ഉണ്ടല്ലോ, അത് കെട്ടിച്ചമച്ചതാണെന്നും ലോറിയിൽ നിന്ന് പിടിച്ചത് ബാർലരി വെള്ളമാണെന്നും ഭർത്താവ് വിഷ്ണു ഈ നിരപരാധിയാണെന്നും വാദിക്കാനുള്ള പുറപ്പാടാണോ? എന്റെ ഭർത്താവല്ല ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് എല്ലാവരെക്കാളും കൂടുതൽ നന്നായി ACPക്കല്ലേ അറിയാവുന്നേ. അത് ശരി, വാദിയെ പ്രതിയാക്കുവാണോ? ചിലപ്പോ അങ്ങനെ ആകും മിസ്റ്റർ ACP. സാഹചര്യം ഒത്തുവന്ന, ചിലരുടെ സാന്നിധ്യം മനസ്സിലാക്കി തന്ന ഏത് വാദിയും പ്രതിയാവും. പിന്നെ എന്റെ ഭർത്താവല്ല ഇത് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാളെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കമല, ഇവനെ എളുപ്പം പുറത്തിറക്കി. ചന്ദ്രബോസെ, എന്റെ വിഷ്ണുവേട്ടനല്ല ഇത് ചെയ്തതെന്ന് ഞാൻ തെളിയിക്കും. ഈ കമലനെ വെച്ച് ഞാൻ തെളിയിക്കും. തെളിയിച്ചോ? പക്ഷേ അതുവരെ പന്ത് ചന്ദ്രബോസിന്റെ കോട്ടില. ഏതൊക്കെ രീതി പന്തോട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നാ പിന്നെ മതിയാക്കണോ? ഇന്നത്തേക്ക് ഇത്രയും മതി. ഇനി നമുക്ക് നാളെ വരാം. എപ്പോഴാ അവരിവിടെ പ്രത്യക്ഷപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് നമുക്ക് അങ്ങ് ദിനേരിയാകണം. ഇങ്ങതാണോ സാർ? മേഡം, ആഭരണം കൊണ്ടാ ഞാൻ വന്നതേ. പക്ഷേ അത് അണിയിക്കാനുള്ള കൈ എനിക്ക് കിട്ടിയില്ല. എന്ന് വെച്ച് ഞാൻ നിരാശനാകുന്നില്ല. പോകുന്നതിനേക്കാൾ ശക്തിയോടെ ഞാൻ തിരിച്ചു വരും. അപ്പോഴും എന്റെ കയ്യിൽ ഈ വിലങ്ങുണ്ടാവും. ആ വിലങ്ങ് വീഴേണ്ട കൈകളിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കട്ടെ ചന്ദ്രബോസെ. സൂക്ഷിച്ചുകൊണ്ട് നടന്നു. ആ സമയത്ത് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥനെ തിരക്കി പിടിച്ച് നടക്കണ്ട. നമുക്ക് കാണാം. കാണാം. വാ. കണ്ടില്ല മോളെ, ആ കാലം കാണിച്ചു വെച്ചിട്ട് പോയത്. ആ കാലിന് മുകളിൽ നമ്മളെ യഥാർത്ഥ കാലിനെ ഇറക്കും അമ്മേ. അന്ന് അയാള് തീരും. അതുവരെ അയാള് നിന്ന് കളിക്കട്ടെ, നന്നായി കളിക്കട്ടെ. കത്തിത്തീരാൻ പോകുന്ന മെഴുകുതിരിക്ക് അല്ലെങ്കിലും ഒരല്പം വെട്ടം കൂടുതലായിരിക്കും.
അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. എന്താടി അവിടുത്തെ താമസം മതിയായോ? അതോ അവരവിടെ നിന്ന് ഇറക്കി വിട്ടോ? എന്താ ഈ ഹോട്ടലിൽ വന്ന പോലെ തന്നെ ഞാൻ തിരിച്ചു പോണോ? നീ ഇവിടേക്ക് വരണമെന്നേ എനിക്കില്ല. അപ്പൊ പിന്നെ പോയാലെന്ത് വന്നാലെന്ത്? മോള് വാ. ആ എവിടെ കയറി പോകുന്നു? ഇതെന്താ സത്രോ? നിനക്ക് തോന്നുമ്പോ പോകാനും വരാനും? രോഹിത്തെ, ശ്യാമയെ തടയണ്ട. ഛേ, അവളകത്തേക്ക് കയറട്ടെ. വേണ്ട സുസ്മിതേ, ഇവളൊക്കെ ഇനി ഇവിടെ വേണ്ട. ഇവളുടെ അമ്മയുടെ കൂടെ തന്നെ ജീവിക്കട്ടെ. അതാവുമ്പോ ഇവൾക്ക് ഇവിടെ പുന്നാര കുഞ്ഞേച്ചിയെ കണ്ടോണ്ടിരിക്കാമല്ലോ അവിടെ. രോഹിത്, നമുക്ക് പനി കുറവില്ല, ഡോക്ടറെ ഒന്നുകൂടി കാണിക്കേണ്ടി വരും. എന്താടി നിന്റെ കളക്ടറേറ്റിയുടെ വാഹനത്തില് കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റൂലേ? ഓ, അത് അവരുടെ ഔദ്യോഗിക വാഹനമാണല്ലോ, അത് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ലല്ലോ. ഓ, രോഹിത് ഇവിടെ പാവം എന്തിനും തയ്യാറായി നിൽക്കുകയാണല്ലോ. ചവിട്ടാനും ലതിക്കാനും തല്ല് കൊള്ളാനും എല്ലാത്തിനും. നീ ഒന്നോർത്തോ, ഈ കാണിക്കുന്ന അഹങ്കാരത്തിനല്ല നീ നിന്റെ വീട്ടുകാരും അനുഭവിക്കും. ഇവിടേക്ക് വന്നത് എന്റെ തെറ്റാ. എന്റെ മോളുടെ 1-2 ഡ്രസ്സ് കൂടി എടുക്കാനുണ്ട്, അതെടുത്തിട്ട് ഞങ്ങളങ്ങ് പോയി തന്നേക്കാം പോരെ? രോഹിത് ജീവിക്കുകയും മരിക്കുകയും എന്താന്ന് വെച്ചാ ചെയ്തോ. മോള് വാ. അവളെങ്ങനെ പറഞ്ഞു വിടരുത്. അവള് പോണക്ക് പോട്ടെ സുസ്മിതേ, ശല്യമാണെന്നേ, തലയ്ക്ക് വെളിവ് തരില്ല. രോഹിത്, അതല്ല.